സാഹചര്യങ്ങള്. ഞാൻ സൈക്കോളജി പഠിച്ചപ്പോഴ് സായിപ്പിന്റെ പുസ്തകം സായിപ്പ് എഴുതി വെച്ചു, നല്ല അച്ഛനും അമ്മയ്ക്കും നല്ല പിള്ളേരുണ്ടാവും. അതിന്റെ അടിയിൽ സായിപ്പ് എഴുതി, പിഴച്ച തന്തയ്ക്കും തള്ളയ്ക്കും പിഴച്ച പിള്ളേരുണ്ടാവും. കഴിഞ്ഞ 47 years കൗൺസിലിംഗ് ഒരു റിസർച്ചായി ഞാൻ എടുത്തു. ഞാൻ കണ്ടുപിടിച്ചു, നല്ല ഒന്നാന്തര അപ്പനും അമ്മയ്ക്കും പിഴച്ച പിള്ളേർ. കള്ളു കുടിക്കാത്ത അപ്പന് ബാറിൽ നിന്ന് ഇറങ്ങാത്ത മോൻ കണ്ടിട്ടുണ്ടോ? തിരിച്ചും യാതൊരു ഉത്തരവാദിത്വം ഇല്ലാതെ കുടുംബം നശിപ്പിച്ച ചില മാതാപിതാക്കൾക്ക് എല്ലാ ഉത്തരവാദിത്വങ്ങളും ഏറ്റെടുത്ത് കുടുംബം രക്ഷപ്പെടുത്തിയ പിള്ളേരെയും ഞാൻ കണ്ടു. ഇന്നലെ രാത്രി എനിക്കൊരു ഓൺലൈൻ കൗൺസിലിംഗ് ഉണ്ടായിരുന്നു. തിരുമേനിയുടെ ഡൽഹിയിലുള്ള ഒരു പയ്യൻ, കുട്ടനാട്ടുകാരനാ, ഡൽഹിയിൽ വർക്ക് ചെയ്യുക, IAS പഠിക്കാൻ പോയതാ. പക്ഷേ അവനിവിടെ മദ്ബഹായിൽ കയറിക്കൊണ്ടിരുന്നതാ. അവന് ജീസസ് യൂത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ്. നല്ലൊരു പയ്യനായിരുന്നു. ഇപ്പൊ അവൻ നിരീശ്വരവാദികളുടെ നേതാവാണ്. നിരീശ്വരവാദി എന്ന് പറഞ്ഞാൽ ചെറിയ തോതിലൊന്നുമല്ല. കല്യാണം കഴിച്ച് 3 പിള്ളേരൊക്കെ ആയി. ഭയങ്കര അപ്പനെ അമ്മയും പോലും കാണരുത്. അപ്പൊ ഞാൻ ഇവനോട് സംസാരിച്ചു വന്നപ്പോ ഇവൻ എന്നോട് പറയാം, ഒന്നാതെ ഫേസ് ടു ഫേസ് അല്ല, ഓൺലൈനാ. അപ്പൊ നമുക്ക് വലിയ പാടാ സംസാരിക്കാൻ. അപ്പൊ അവൻ എന്നോട് പറയുകയാണ്, അതെ, ഇവിടെ ബുദ്ധിയും ബോധമുള്ളവരും മുഴുവൻ നിരീശ്വരവാദികളാണ്. മാഡത്തിന് അറിയാൻ മേലാഞ്ഞേട്ടാ. പെട്ടെന്ന് ഇവന് ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ഇവനൊരു കൗണ്ടർ കൊടുക്കണ്ടേന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു, എടാ നീ അറിഞ്ഞായിരുന്നു ഈയിടെ ചന്ദ്രനെ കുറച്ച് പേര് പോയത്? എന്താ ആർട്ടമിസ് എന്ന് പറയുന്ന ഒരു സംഭവം പോയില്ലേ? ആ ശാസ്ത്രജ്ഞൻ അവിടെ ചെന്ന് ആദ്യമേ പറഞ്ഞത് ദൈവത്തിന്റെ അടുത്തെത്തിയെന്നാ പറഞ്ഞത്. ബൈബിളാണ് കൊണ്ടുപോയത്. ബൈബിൾ വചനമാണ് അയാൾ ആദ്യമേ പറഞ്ഞത്. അയാൾ തിരിച്ച് ഭൂമിയിൽ ഇറങ്ങി കുരിശ് കണ്ടപ്പോ പൊട്ടി പൊട്ടി കരഞ്ഞു എന്ന് ഞാനൊരു റിപ്പോർട്ട് വായിച്ചു. അത് വൺ ഓഫ് ദ ബെസ്റ്റ് ശാസ്ത്രജ്ഞനാണ്. എടാ നീ ഇത്രല്ലേ പഠിച്ചിട്ടുള്ളൂ, ഒരു MTech അല്ലേ നിന്റെ കയ്യിലുള്ളൂ. അന്നേരം എന്നോട് പറഞ്ഞു, മാഡത്തിന് അറിയാൻ മേലഞ്ഞിട്ടാ നിരീശ്വരവാദത്തെ കുറിച്ച് അവൻ എൻ്റെ അടുത്ത് ഘോരം പറയുക. ഇതൊന്നല്ല എൻ്റെ മുന്നിൽ ഞാൻ കേൾക്കുന്ന ആണും പെണ്ണും പാടാണ് ചിലരോട് വർത്താനം പറയാൻ. ഞാൻ ബ്ലസ്ഡ് വാട്ടറൊക്കെ എടുത്ത് കുരിശുമൊക്കെ പിടിച്ച് എല്ലാമാണ് ഇവരുടെ എടുത്തിരിക്കുന്നത്. ഈ ചെകുത്താൻ എൻ്റെ തല ചാടി കയറാതിരിക്കണ്ടേ. വേറൊരു ചെറുക്കൻ, അവന് 30,000 രൂപയെ ശമ്പളം ഉള്ളൂ. പക്ഷെ സാത്താൻ സേവക്കാർക്ക് വേണ്ടി അവൻ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവന് 1,00,000 രൂപ അവര് കൊടുക്കുന്നുണ്ട്. വീട്ടുകാരറിയുന്നില്ല. ഇവിടെ ഒരു ചെറുക്കൻ, അവൻ കല്യാണം കഴിച്ചത് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ്. മദ്രാസിൽ വർക്ക് ചെയ്യുക. 3 ബെഡ്റൂമുള്ള ഒരു വീടൊക്കെ എടുത്ത് മാതാപിതാക്കളെ താമസിപ്പിച്ച. പക്ഷേ ഒരു മുറിയിൽ കയറരുതെന്ന് അവളോട് പറഞ്ഞു. അപ്പൊ അവള് ഒന്നാതെ ഒരു മുറി അവരുടെ ബെഡ്റൂം, ഒരു മുറി വേറെ ഉണ്ട്. നീ കയറേണ്ട, അതെന്റെ ഓഫീസ് സാധനങ്ങളാണ്. ആദ്യം ഇവള് വിശ്വസിച്ചു. പക്ഷെ ഇവൻ ഇതിനകത്ത് രാത്രി 2 മണി വരെ ഇരിക്കുകയാണ്. എന്താണെന്നറിയും, പെണ്ണുങ്ങൾക്ക് ഒരു കാര്യമുണ്ട്, ഒളിഞ്ഞു നോക്കുന്ന സ്വഭാവമുണ്ട് ഞങ്ങൾക്ക്. ഇല്ലേ? നമുക്ക് എന്നേലും അറിയണമെന്ന് തോന്നി നമ്മൾ എങ്ങനെയും അറിയല്ലേ. പിന്നെ അയലൊക്കത്തെ വീട്ടിലെ കാണാൻ നമ്മൾ ഈ മതിലിന്റെ ഇവിടെ ഇങ്ങനെ നോക്കത്തില്ലേ? എന്ന് പറഞ്ഞ പോലെ ഇവള് ഏതാണ്ട് സ്റ്റൂളൊക്കെ ഇട്ട് ഒളിഞ്ഞു നോക്കിയപ്പോ എന്നാന്നറിയാവോ? 2-3 എല്ലും കഷ്ണം, കുറെ ഭസ്മം, കാവി മുണ്ട, കാവി തലക്കെട്ട് ഭും വെച്ചോണ്ടിരിക്കുക. പെണ്ണിന് പേടിയായി. ഉടനെ അവള് വീട്ടിലേക്ക് വിളിച്ചു, പപ്പ മമ്മി ഓൺലൈനിൽ ഞാൻ ടിക്കറ്റ് എടുക്കുകയാണ്, വെളുപ്പിനെ ഉള്ള ഫ്ലൈറ്റിന് നിങ്ങൾ വരണം, എന്നെ രക്ഷപ്പെടുത്തണം, ഇവിടുന്ന് എനിക്ക് പേടിയാവുന്നു. എത്ര എണ്ണം വേണേലും ഞാൻ പറയാം. എന്തേ നമ്മുടെ പിള്ളേര് ദൈവത്തിൽ നിന്ന് ഇതുപോലെ അകലുന്നു? നമ്മൾ പ്രാർത്ഥിക്കാഞ്ഞിട്ടൊന്നുമല്ല, ഇവരുടെ അപ്പനും അമ്മയും നല്ലായി പ്രാർത്ഥിക്കുന്നവരാ. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? സാഹചര്യങ്ങൾ ഇന്നത്തെ സാഹചര്യങ്ങൾ അവര് നെറ്റി കാണുന്നതെല്ലാം വിശ്വസിക്കുന്നു, അതെല്ലാം സത്യമാണെന്ന്. ഇപ്പൊ നമ്മൾ എന്നാ പറഞ്ഞാലും അവർ നെറ്റിൽ പോയി സെർച്ച് ചെയ്തേച്ച് പറയും ഇത് അങ്ങനല്ലെന്ന് പറയും.